നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഓണത്തിനൊരുങ്ങി നാട്, ഓണവിപണിയും സജീവം. അളഗപ്പനഗർ പഞ്ചായത്തിലെ വേപ്പൂർ പാറമടയിൽ ശുദ്ധജല മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ച്. സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 77,800 രൂപയിലെത്തി. പവന് വർദ്ധിച്ചത് 160 രൂപ. വാർത്തകൾ വിശദമായി. ഓണം പൂക്കളുടെ ഉത്സവമായതിനാൽ വിപണിയും പൂക്കളുടെ വർണ്ണപ്പൊലിമയിലാണ്. സ്ഥിരം പൂക്കടകൾക്ക് പുറമെ താൽക്കാലികമായി സജ്ജമാക്കിയ കടകളിലും വഴിയോരങ്ങളിലുമെല്ലാം വിൽപ്പനയ്ക്ക് പൂക്കൾ നിരന്നു. കൂട്ടുകാർക്കൊപ്പം പാട്ടുപാടി പൂക്കൾ ശേഖരിച്ചു നടന്ന ഒരു കാലം എല്ലാവർക്കും ഓർക്കാനുണ്ടാകും. മൺതറയിൽ ചാണകമെഴുതി പൂത്തറയൊരുക്കിയ കാലവും കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകളാണ്. തുമ്പയും തെച്ചിയും മുക്കുറ്റിയും കൃഷ്ണകിരീടവുമെല്ലാം നാട്ടിൻപുറത്തെ ഓണപ്പൂക്കളത്തിൽ ഇടം പിടിക്കുമായിരുന്നു. 2025 ഓണം വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 3 നാൾ മാത്രമാണ് ഓണത്തിനുള്ളത്. നാടെങ്ങും ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. വിവിധ ക്ലബ്ബുകളിലും സംഘടനകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും ഓണാഘോഷം കളറാക്കുന്നത് പൂക്കളങ്ങളാണ്. അത്തം മുതൽ തുടങ്ങും പൂക്കളങ്ങൾ ഇടുന്നത്. കർണാടകയിലെ ഗുണ്ടൽപേട്ട്, തമിഴ്നാട്ടിലെ തോവാള, തെങ്കാശി എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന പൂക്കളങ്ങളാണ് പൂവിപണി കീഴടക്കുന്നത്. ഏതാനും ദിവസങ്ങളായി തുടരുന്ന വിലയിൽ തന്നെയാണ് ഇപ്പോഴും പൂക്കൾ വിൽക്കുന്നത്. പ്രാദേശികമായി വ്യക്തികളും ഗ്രൂപ്പുകളും ഉൽപ്പാദിപ്പിച്ച ചെണ്ടുമല്ലിപ്പൂക്കൾ വലിയ തോതിൽ വിപണിയിൽ എത്തുന്നതിനാൽ വരവ് ചെണ്ടുമല്ലികളുടെ വിലയും കുറവുണ്ട്. വിവിധ പൂക്കൾ നിറച്ച 50 രൂപയുടെയും 100 രൂപയുടെയും കിറ്റുകൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. ഇതിൽ പലതരത്തിലുള്ള പൂക്കളുണ്ടാകും. തിരുവോണനാളിൽ പൂക്കളങ്ങൾക്ക് പകരം വീട്ടുമുറ്റങ്ങളിൽ തൃക്കാക്കരയപ്പനെയാണ് അലങ്കരിക്കുക. ഇതിനെ ഓണം കൊള്ളുക എന്നും പറയാറുണ്ട്. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച വിവിധ വലിപ്പത്തിലുള്ള തൃക്കാക്കരയപ്പന്മാർ വഴിയോര വിപണിയിൽ സുലഭമാണ്. പരമ്പരാഗത മൺപാത്ര നിർമ്മാണം നടക്കുന്ന കൊടകര, ചെറ്റിശ്ശേരി, ചെങ്ങാലൂർ, സ്നേഹപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് തൃക്കാക്കരയപ്പന്മാർ വിപണിയിൽ എത്തുന്നത്. 150 രൂപ മുതൽ 750 രൂപ വരെയാണ് ഇവയുടെ വില. ചായം പൂശി മനോഹരമാക്കി വർണ്ണപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച തൃക്കാക്കരയപ്പന്മാർ വഴിയോര വിപണിയുടെ വർണ്ണ കാഴ്ചയാണ്. തിരുവോണത്തിന് ഇനി 3 നാൾ മാത്രം. അത്തം പിറന്നത് മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വഴിയോരങ്ങളിൽ സജീവമായ പൂവിപണിയിൽ ഇപ്പോൾ കൂടുതൽ ഉണർവിലെത്തിക്കഴിഞ്ഞു. വീട്ടുമുറ്റങ്ങൾ അലങ്കരിക്കാൻ മാത്രമല്ല, പൂക്കള മത്സരങ്ങൾക്കും വിവിധയിടങ്ങളിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾക്കുമൊക്കെ പൂക്കൾ ധാരാളം ആവശ്യമുള്ള ഒരു സമയമാണിത്. തിരുവോണ ദിവസം പൂക്കളങ്ങൾക്ക് പകരം തൃക്കാക്കരയപ്പനെയാണ് വീട്ടുമുറ്റങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത്. വിവിധ വലുപ്പത്തിലുള്ള കളിമണ്ണിൽ തീർത്ത തൃക്കാക്കരയപ്പന്മാരും വഴിയോരങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ ആഭിമുഖ്യത്തിൽ പന്തല്ലൂരിൽ നടത്തിയ ഓണം പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. നന്ദിനി സതീശൻ അധ്യക്ഷയായി. ദിനേശ് വെള്ളപ്പാടി, A രാജീവ്, K സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. കല്ലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് ശരത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കല്ലൂർ ബാബു, ജിഷ മോഹൻദാസ്, സന്ദീപ് കണിയത്ത്, A നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് 25 വർഷം പൂർത്തീകരിക്കുന്ന കല്ലൂർ നായരങ്ങാടിയിലെ സ്നേഹ ഫാഷൻ സ്റ്റോർ 2 ദിവസത്തെ മെഗാ ഓഫർ ഒരുക്കിയാണ് ഈ ഓണം കളറാക്കുന്നത്. സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നുള്ള ഗുണമേന്മയുള്ള മികച്ച തുണിത്തരങ്ങൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് കല്ലൂർ നായരങ്ങാടിയിലെ സ്നേഹ ഫാഷൻ സ്റ്റോർ. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് 25 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്കായി ഈ ഓണക്കാലത്ത് മികച്ച ഓഫറുകളാണ് സ്നേഹ ഫാഷൻ സ്റ്റോർ വാഗ്ദാനം ചെയ്യുന്നത്.
ഉത്രാട തലേന്നും ഉത്രാട ദിനത്തിലുമായി 2 ദിവസം നീളുന്ന മെഗാ ഓഫറിൽ മുഴുവൻ തുണിത്തരങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇവിടെ ലഭ്യമാണ്. ഈ 2 ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫറുകളുമായി സ്നേഹ ഫാഷൻ സ്റ്റോറിലെ മിഡ് നൈറ്റ് സെയിൽ ഗ്രാമീണ മേഖലയ്ക്ക് പുതിയ അനുഭവമാകും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 12 വരെ സ്നേഹ ഫാഷൻ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കും. കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി എല്ലാ തുണിത്തരങ്ങൾക്കും ഈ ഓഫർ ലഭ്യമാണ്. ഓണം ആഘോഷിക്കൂ സ്നേഹ ഫാഷൻ സ്റ്റോറിനൊപ്പം. ഫോൺ 8547765267. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയാണ് കല്ലൂർ നായരങ്ങാടിയിലെ സ്നേഹ ഫാഷൻ സ്റ്റോർ. ഈ 25-ാം വർഷത്തിന്റെ ആഘോഷങ്ങൾ 2025-ലെ ഓണാഘോഷങ്ങൾക്കൊപ്പം ഏറ്റവും മനോഹരമാക്കുകയാണ് സ്നേഹ ഫാഷൻ സ്റ്റോർ. അത് ഉപഭോക്താക്കൾക്ക് മികച്ച ഓഫറുകൾ നൽകിക്കൊണ്ടാണ് സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നുള്ള വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കുകയാണ്. അതുമാത്രമല്ല, ഉത്രാട തലേന്നും ഉത്രാട ദിനത്തിലും 2 ദിവസം നീളുന്ന മെഗാ ഓഫറാണ് ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. ഈ 2 ദിനങ്ങളിലും ഒരുപക്ഷെ ഗ്രാമീണ മേഖലയ്ക്ക് തീർത്തും വ്യത്യസ്തമായ അനുഭവം പകർന്ന് മിഡ് നൈറ്റ് സെയിൽ കൂടി രാത്രി 12 മണി വരെ ഈ വസ്ത്രശാല തുറന്ന് പ്രവർത്തിക്കും. ഈ ദിവസങ്ങളിൽ സ്പെഷ്യൽ ഓഫറുകളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. 2025-ലെ ഈ ഓണം ഏറ്റവും മനോഹരമാക്കുകയാണ് 25 വർഷം പൂർത്തീകരിക്കുന്ന സ്നേഹ ഫാഷൻ സ്റ്റോർ കല്ലൂർ നായരങ്ങാടി. അളഗപ്പനഗർ പഞ്ചായത്തിലെ വേപ്പൂർ പാറമടയിൽ ശുദ്ധജല മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, ഫിഷറീസ് കോർഡിനേറ്റർ പിങ്കി എന്നിവർ പ്രസംഗിച്ചു. മത്സ്യ കർഷകരായ അജിതയുടെയും വിഷ്ണുവിന്റെയും നേതൃത്വത്തിലാണ് മത്സ്യകൃഷി നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാജു പൂക്കാടൻ, KA ഹനീഫ, ജിനേഷ് വെട്ടിയാട്ടിൽ, ജെയ്സൺ PDക്കൽ, AM ബിജു, പ്രതീഷ് പണ്ടാരത്തിൽ, തോമസ് കാവുങ്ങൽ, വിജയൻ വെട്ടിയാട്ടിൽ, ഭഗവത് സിംഗ്, ജിജു കീറ്റിക്കൽ, തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. വേലുപ്പാടം മഠം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വരന്തരപ്പള്ളി സെന്ററിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. ഡേവിസ് അക്കര, P ഗോപാലകൃഷ്ണൻ, KL ജോസ്, ലൈസ ജിജോ എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്തെ പൗരന്മാരുടെ സമ്മതിദാനാവകാശം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് നേതൃത്വം നൽകിയ പ്രകടനത്തിന് പോൾസൺ തെക്കുംപീടിക, ജിജു കീറ്റിക്ക, അലക്സ് തൃക്കൂർ, ആൽവിൻ വർഗീസ്, അഖിൽ S മേനോൻ, മോഹനൻ തൊഴുക്കാട്ട്, ജെയ്സൺ കുന്നത്തുപറമ്പിൽ, ഷാജഹാൻ കാവല്ലൂർ, ജസ്റ്റിൻ ചിറമൽ എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങാലൂർ മാട്ടുമല റൂട്ടിൽ KSRTC സർവീസ് നടത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. 200ഓളം പേർ ഒപ്പിട്ട നിവേദനം ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാറിനും KSRTC മാനേജിംഗ് ഡയറക്ടർക്കും പുതുക്കാട് MLA KK രാമചന്ദ്രൻ, KSRTC പുതുക്കാട് ഡിപ്പോ സ്റ്റേഷൻ മാസ്റ്റർ എന്നിവർക്ക് നാട്ടുകാർ നിവേദനം നൽകി. തൃശൂർ, ആമ്പല്ലൂർ, പുതുക്കാട്, സ്നേഹപുരം, മാട്ടുമല, സൂര്യഗ്രാമം, കരയാമ്പാടം, നന്ദിപുലം വഴി മുപ്ലിയം ഭാഗത്തേക്ക് ഒരു KSRTC ബസ് റൂട്ട് മുൻപ് നിലനിന്നിരുന്നു. ഇത് നിലച്ചിട്ട് വർഷങ്ങളായി. ഈ ബസ് റൂട്ട് സാധ്യതാ പഠനം നടത്തുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയത്. പുതുക്കാട് കാശ്മീര സിൽക്സിന്റെ ഓണം മെഗാ നറുക്കെടുപ്പിന്റെ ഭാഗമായുള്ള ഈ ആഴ്ചത്തെ നറുക്കെടുപ്പ് വിജയിക്ക് സമ്മാനം വിതരണം ചെയ്തു. വിജയിക്ക് 2500 രൂപയുടെ സൗജന്യ പർച്ചേസാണ് സമ്മാനം. വട്ടണാത്ര പച്ചളിപ്പുറം കിഴുപ്പള്ളി വീട്ടിൽ നിഷാദാണ് വിജയി. ഓണത്തോടനുബന്ധിച്ച് നവീകരിച്ച ഷോറൂമിൽ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് ഇത്തവണ കാശ്മീര സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഓണ ഷോപ്പിംഗിന്റെ ഭാഗമായി എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഫ്രീ പർച്ചേസ് ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരിക്കും.
പുതുക്കാട് വീട്ടുപറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. കണ്ണമ്പത്തൂർ പാണാട്ടുപറമ്പിൽ ജോഫി ജോയിയുടെ വീട്ടുപറമ്പിൽ നിന്നാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര വനം വകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് റെസ്ക്യൂ ടീം അംഗമായ ദിനേശൻ വെണ്ടൂർ സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി വനം വകുപ്പിനെ കൈമാറി. സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 77,800 രൂപയിലെത്തി. പവന് 160 രൂപയാണ് വർദ്ധിച്ചത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 9,725 ആണ്. തിങ്കളാഴ്ച ഒറ്റയടിക്ക് കൂടിയത് 680 രൂപയാണ്. സംസ്ഥാനത്ത് വിവാഹ വിപണി സജീവമായ ഈ മാസത്തിൽ സ്വർണ്ണവില കൂടിയത് തിരിച്ചടിയായിട്ടുണ്ട്. നിലവിൽ GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസുമടക്കം ഏറ്റവും കുറഞ്ഞത് 1 പവൻ ആഭരണത്തിന് 84,500 രൂപയെങ്കിലും നൽകണം. വെള്ളിയുടെ വിലയും റെക്കോർഡിലാണ്. 1 ഗ്രാം 916 ഹോൾമാർക്ക് വെള്ളിയുടെ ഇന്നത്തെ വിപണി വില 131 രൂപയാണ്. മണ്ണമ്പേട്ടയിൽ അത്യാകർഷകമായ സൗകര്യങ്ങളോട് കൂടിയ പാർട്ടി ഹാൾ അൽറോയി ഇവന്റ് സെന്റർ ബുധനാഴ്ച രാവിലെ 9-ന് ഉദ്ഘാടനം ചെയ്യും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കയ്പമംഗലം ചളിങ്ങാട് IHDP ഉന്നത് സ്വദേശി കണക്കശ്ശേരി വീട്ടിൽ 23 വയസ്സുള്ള സോജിത്താണ് അറസ്റ്റിലായത്. ആഗസ്റ്റ് 1-നായിരുന്നു സംഭവം. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയും സുഹൃത്തുക്കളും ഓണക്കളി പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കെ പ്രതി അവരുടെ പ്രകടനത്തെക്കുറിച്ച് കളിയാക്കുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ അമ്മ ഇത് ചോദ്യം ചെയ്തപ്പോൾ അമ്മയെയും കുട്ടിയെയും പ്രതി ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO R ബിജു, SI T അഭിലാഷ്, ASI വിപിൻ, GSCPOമാരായ സുനിൽകുമാർ, ജ്യോതിഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BSc MLT ബിരുദമോ അല്ലെങ്കിൽ DME അംഗീകരിച്ച DMLT യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും നിർബന്ധമാണ്. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം സെപ്റ്റംബർ 10-ന് വൈകുന്നേരം 3 മണിക്ക് മുമ്പായി ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,725 രൂപയും പവന് 77,800 രൂപയും രേഖപ്പെടുത്തി. മണ്ണമ്പേട്ട മണ്ടോലി പരേതനായ കൊച്ചുമോൻ ഭാര്യ കാർത്തിയാനി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗിരിജ, ലളിത, ശശി, രവി, പരേതയായ ഓമന എന്നിവർ മക്കളും, സുബ്രൻ, മല്ലിക, സുമന, പരേതരായ ബാലൻ, സുബ്രൻ എന്നിവർ മരുമക്കളുമാണ്. അളകപ്പൻ നഗർ പൂക്കോട് വട്ടപ്പടത്ത് കുറുമ്പൻ മകൾ കല്യാണി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലൈജു, സുരേഷ് എന്നിവർ മക്കളും, സുരേഷ്, രജിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണത്തിനൊരുങ്ങി നാട്, ഓണവിപണിയും സജീവം. അളകപ്പൻ നഗർ പഞ്ചായത്തിലെ വേപ്പൂർ പാറമടയിൽ ശുദ്ധജല മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ച്. സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില 77,800 രൂപയിലെത്തി. പവന് വർദ്ധിച്ചത് 160 രൂപ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.